അപ്പൊ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന എങ്ങനെ BJPയുടെ സ്വഭാവമാവുന്നത്? ഇടതുപക്ഷം ആത്മപരിശോധന നടത്തണം. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരാജയം ഇടതുപക്ഷത്തിനുണ്ടാകുന്നു? ഇപ്പോൾ തന്നെ ബഹുമാനായ ശ്രീ ബാലന്റെ പ്രസ്താവന എന്താ? ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എന്തിനു വേണ്ടിയാ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാ? ഒരു രാജ്യത്തൊരു ഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ? ശ്രീ ബാലൻ തുറന്ന് സമ്മതിച്ചു. ബാലൻ പറഞ്ഞിരിക്കുന്ന ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ അധപ്പതനമാണ്. രാഷ്ട്രീയമായ അധപ്പതനവും കാഴ്ചപ്പാടുള്ള അധപ്പതനവുമാണ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. ചിഹ്നത്തിന് വേണ്ടിയാണ്, ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് പാർട്ടി മത്സരിക്കുന്നത്. അല്ല, ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി ഉയർത്താൻ കഴിയാതെ പോയതും CPM ആവർത്തിച്ച് പ്രചരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും ഒരുമിച്ച് ഉയർത്താൻ കഴിയാതെ പോയത് CPM വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കുന്നു. ഒരു കൊടി സംരക്ഷിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് മൈനോറിറ്റി. രാഹുൽ ഗാന്ധി വന്നത് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി വരുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ UDFന്റെ എല്ലാത്തിനും കൊടിയുണ്ട്, അവിടെ ലീഗിന്റെ കൊടിയുണ്ട്, കോൺഗ്രസിന്റെ കൊടിയുണ്ട്. അന്ന് രാഹുൽ ഗാന്ധി വന്നത് MP ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ MP ആയിട്ട് പല സ്ഥലത്തും പോകുന്നുണ്ട്. അന്നേരം പാർട്ടി പതാക അവിടെ പിടിക്കാറില്ല. അന്നേരം ഞാൻ ജനപ്രതിനിധിയാണ്. രാഹുൽ ഗാന്ധി അന്ന് വന്ന് ജനപ്രതി മാത്രമായിട്ടാണ്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഇന്ന് പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരുടെയും കൊടിയുണ്ട്, എല്ലാവരുടെയും കൊടി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിനൊന്നും ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി പരാജയ ഭീതി മനസ്സിലാക്കി നടത്തുന്ന ചില ആക്ഷേപങ്ങൾ. ഓക്കെ, താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മോദിയെ വിമർശിക്കുന്നില്ല, രാഹുലിനെ വിമർശിക്കുന്നു. ഭയപ്പെടുത്തി ഒത്തുതീർപ്പിലേക്ക് പോകുന്നു സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും. EDയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്, എന്നാൽ ED വേട്ടയാടുന്നു എന്ന രാഷ്ട്രീയ നിലപാടും ഒരേ സമയം തന്നെ പറയുന്നു. ശ്രീ ബെന്നി ബെഹനാൻ, താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. ഒരു യാകാശുമായി താങ്കൾ മുന്നോട്ട് പോകട്ടെ. യാകാശുമായി തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. അന്ന് നമുക്ക് വീണ്ടും ഹെർബൽ ടീ വേണം. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാനാണ് നമുക്കൊപ്പം ഉള്ളത്.